إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തഖികളായിക്കൊണ്ട് മുഅ്മിനുകളായിക്കൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങളെ എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് മൂന്നിൽ 2 ഭാഗവും നമ്മളിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കൂടുതൽ നന്മകൾ ചെയ്ത് ഇതിന്റെ ഓരോ രാവുകളെയും പകലുകളെയും കൂടുതൽ നമുക്ക് സ്വർഗത്തിലേക്ക് അടുക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നുണ്ട്. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? പട്ടിണിയുടെ വിശപ്പിന്റെയോ അത് നമ്മൾ മനസ്സിലാക്കാൻ അറിയുക എന്നതിനേക്കാളൊക്കെ കൂടുതൽ നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട്, നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, തഖ്വ പാലിക്കുന്ന, ഹൃദയശുദ്ധി വരുത്താൻ കഴിയുന്ന, തിന്മകളിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യമാണ് റമദാനിലൂടെ, നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. റമദാനിലെ ആ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു തഖ്വയെ കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ആ ഒരു മാസം അതിന്റെ രാവുകളിലും പകലുകളിലും നമ്മൾ സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയെ കുറിച്ചോ അതല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ മാത്രം നമ്മൾ സൂക്ഷ്മതയുള്ളവരായി തീരണം എന്നതിനെ കുറിച്ചോ അല്ല. മറിച്ച് റമദാനില് അതിന്റെ പകലുകളിൽ നോമ്പെടുത്തും നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചും അതിനു പുറമെ തറാവീഹ് പോലെയുള്ള രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചും അതിൽ ക്ലാസുകൾ കേട്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുമൊക്കെ ആ ഒരു മാസം കൊണ്ട് നമുക്ക് പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ജീവിക്കാൻ ആവശ്യമായ തഖ്വ നേടിയെടുക്കാൻ, അത് ഏതുവരെ നമ്മുടെ മരണം വരെ നിലനിൽക്കുന്ന രൂപത്തിൽ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ ഹൃദയശുദ്ധി വരുത്തുക എന്നതാണ് റമദാനിന്റെ നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്.
തീർച്ചയായും അതിന് ഈ റമദാനിന്റെ രാവുകളെയും പകലുകളെയും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിനെ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അതിന്റെ പല ഗുണങ്ങൾ പറഞ്ഞപ്പോ അതിൽപ്പെട്ട ഒന്നാണ് റമദാൻ എന്ന് പറയുന്നത്. അത് തൗബയുടെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്. നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകൾ കഴുകിക്കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് തഖ്വ നേടിയെടുക്കുവാനുള്ള ഒരു മാസമായിക്കൊണ്ടാണ് റമദാനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മള് നമസ്കാരങ്ങളിൽ മറ്റാരാധനാ കർമ്മങ്ങൾ ഏറെ ശ്രദ്ധ കാണിക്കുന്നു, വളരെ ഭക്തിയോടുകൂടി നമ്മൾ നോമ്പെടുക്കുന്നു, ദാനധർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് പാപമോചനത്തിന് വേണ്ടി, തൗബക്ക് വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി അതിന്റെ രാവുകളെയും പകലുകളെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നിരന്തരം അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് വിശ്വാസികളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന. പ്രത്യേകിച്ച് അത് ഈ റമദാനിൽ കൂടിയാകുമ്പോൾ, എല്ലാ കാലത്തും അത് ഉണ്ടാകണം. റമദാനിലാകുമ്പോൾ അതിനെ കൂടുതൽ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. കാരണം റമദാൻ എന്നത് അത് പാപമോചനത്തിന്റെ മാസം കൂടിയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആന്റെ ഒരുപാട് ആയത്തുകൾ പാപമോചനവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് 66-ാം അധ്യായത്തിൽ 8-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. മുഅ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിലേക്ക് വളരെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്ന്, സംഭവിച്ചു പോയ ചിന്മകളിൽ നിന്ന്, ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടുക. അല്ലെ, ആരില്ല തെറ്റുകൾ സംഭവിക്കുക? വിശ്വാസികളിൽ സംഭവിക്കും, മുഅ്മിനുകളിൽ സംഭവിക്കും, മനുഷ്യരിൽ സംഭവിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ സംഭവിച്ചു പോകുന്ന, നമ്മുടെ സംസാരത്തിനിടക്ക് സംഭവിക്കുന്ന അരുതാത്തത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സംസാരങ്ങളിലോ പ്രവർത്തനങ്ങളിലോ തെറ്റുകൾ സംഭവിക്കുമ്പോ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ, ഒന്ന് സ്വസ്ഥമായിരുന്ന ആത്മാർത്ഥമായിരുന്ന അള്ളാഹുവിനോട് അത് പൊറുത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആവശ്യപ്പെടാൻ നമുക്ക് കഴിയണം. അതിന് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് റമദാനിന്റെ രാപ്പകലുകളെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തൊന്ന്, വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഅ്മിനൂൻ, വിശ്വാസികളെ, മുഅ്മിനുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താ പറയുന്നത്? തൂബു ഇലല്ലാഹി ജമീഅൻ. എല്ലാ തിന്മകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക, പാപമോചനം തേടുക, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. എന്നാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതൊരു തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിലൂടെ നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന, സ്വർഗം നേടാൻ കഴിയുന്ന ഒരു ഘടകമാണ് പാപമോചനം എന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഖുർആന്റെ ആ 2 ആയത്തുകളിലും മുഅ്മിനൂൻ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ തൗബ ചെയ്യുക, നിങ്ങൾ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും പാപമോചനം തേടുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന. എപ്പോഴാണ് നമ്മൾ പാപമോചനം തേടേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുമ്പോ, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഒരു തിന്മ ചെയ്യുമ്പോ, വേണ്ടാത്തത് കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോ നമ്മളൊരു തെറ്റ് ചെയ്തു, അല്ലെ? അള്ളാഹ് അരുതെന്ന് പറഞ്ഞത് അത്തരം സംസാരങ്ങൾ നമ്മൾ ഏർപ്പെട്ടു, അള്ളാഹു അരുതെന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മൾ ചെയ്തു. ആ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോ അള്ളാഹുവിന് നമ്മെ ഇഷ്ടമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളോട് വെറുപ്പല്ല,
അല്ലെ? ഞാൻ അരുതെന്ന് പറഞ്ഞൊരു കാര്യമാണ് ചെയ്തത്, ഞാൻ അരുതെന്ന് പറഞ്ഞൊരു കാര്യമാണ് പ്രവർത്തിച്ചത്, അത്തരം സംസാരങ്ങളിലാണ് ഏർപ്പെട്ടത് എന്ന ദേഷ്യമല്ല അള്ളാഹു നമ്മളോട്. പാപമോചനം തേടുമ്പോ അള്ളാഹുവിന് നമ്മെ ഇഷ്ടപാടുന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്യുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ സൂറത്ത് ബഖറയിലെ 222-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന. നമ്മൾ ഇരുന്ന് നമസ്കാരത്തിന് ശേഷവും മറ്റുമൊക്കെ ഇരുന്ന് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോ, സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോ അന്ന് നമ്മളെ ഇഷ്ടപ്പെടുക ചെയ്യുന്നതിനാണ്. അള്ളാഹു നമ്മളോട് ദേഷ്യം ഉണ്ടാകുക, അള്ളാഹ് നമ്മൾ വെറുക്കുകയല്ല ചെയ്യുന്നത്, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയാണ്. പിന്നെയോ വയുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലെ? ശുദ്ധിയുള്ള ആളുകളെ, ശുചിത്വം പാലിക്കുന്ന ആളുകളെ, വൃത്തിയുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ രണ്ട് കാര്യങ്ങൾ അവിടെ ആ ഒരാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെ? ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്, വൃത്തിയുള്ള ആളുകളായി നടക്കുക നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങുകൾക്കോ വല്ല പ്രോഗ്രാമുകൾക്കോ നമ്മൾ ഇറങ്ങുക, ജോലിക്ക് പോവുക, നമ്മുടെ ഷർട്ടിലോ നമ്മുടെ തുണിയിലോ വസ്ത്രത്തിൽ എന്തെങ്കിലും ചളി വരണ്ടാൽ നമുക്കൊരു അസ്വസ്ഥതയാണ്, അല്ലെ? അത് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അത് വൃത്തിയാക്കാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ വസ്ത്രം മാത്രമല്ല, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് നമ്മുടെ ഹൃദയം കൂടി ശുദ്ധിയാക്കാൻ നമുക്ക് കഴിയണം. അതെന്താ അങ്ങനെ സൂചിപ്പിച്ചത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടായി, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു തിന്മ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴ്ത്തുന്നുണ്ട്. വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ ആ കറുത്ത പുള്ളികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ കറുത്ത പുള്ളികളെ നമുക്ക് മായ്ച്ചു കളയാം. ഏതുപോലെ? നമ്മുടെ വസ്ത്രത്തിലായ ചളി, അഴുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് പോലെ മനസ്സിനെ ബാധിച്ച ആ ചളിയും അഴുക്കും നമ്മളിൽ നിന്ന് മാറ്റാനുള്ള മാർഗം എന്താണ്? അത് തൗബയാണ്, അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനം തേടലാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ്. അത് നിങ്ങൾ ചെയ്യണം. അതാണ് ആ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പുറമേക്ക് മാത്രമല്ല, നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും മാത്രമല്ല, നമ്മുടെ മനസ്സും ശുദ്ധമാക്കാൻ അതിനുള്ള മാർഗം എന്താണ്? തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്, പാപമോചനം തേടുന്ന കാര്യത്തിൽ നമുക്കൊരു നിരാശയും വേണ്ട എന്നുള്ളതാണ്. നമ്മൾ ചിലര് പറയും, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്ന പോലെയല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അല്ലെ? ഒരുപാട് തിന്മകൾ എന്റെ പല പ്രായത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ ഒരുപാടുണ്ട്, ഇതൊക്കെ അള്ളാഹ് പൊറുച്ചു തരുമോ? അതിനു മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതെല്ലാം പൊറുച്ചു തരാൻ അള്ളാഹു ഒരുക്കമാണെന്നുള്ളതാണ്. എത്ര നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ തിന്മകൾ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിലൊരു നിരാശ ഉണ്ടാകണ്ട. അള്ളാഹ് പൊറുച്ചു തരാൻ ഒരുക്കമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പറയുക പ്രവാചകരെ, എന്റെ അടിമകളോട്. എങ്ങനെയുള്ളവരോട്? സ്വന്തത്തോട് തന്നെ അതിര് കടന്ന ആളുകൾ. ഖുർആൻ അങ്ങനെയാ പല സ്ഥലത്ത് ഉപയോഗിച്ചത്. സ്വന്തത്തോട് തന്നെ അതിര് കടന്ന ആളുകൾ, അതല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച ആളുകൾ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. കാരണം എന്താ? ആ തെറ്റിന്റെ ഫലം, ആ തെറ്റിനുള്ള ശിക്ഷ നാളെ പരലോകത്ത് ഞാൻ അനുഭവിക്കേണ്ടതാണ്. നിങ്ങളത് ഏറ്റെടുക്കൂല. എനിക്കത് മറ്റൊരാളുടെ തലയിലേക്ക് ഇടാൻ കഴിയില്ല, മറ്റൊരാളോട് അത് ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ കഴിയില്ല, ഞാൻ തന്നെ അനുഭവിക്കണം, അല്ലെ? അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, തെറ്റുകൾ ചെയ്യുന്നത് നമ്മളോട് തന്നെ അക്രമം പ്രവർത്തിക്കുക, നമ്മൾ നമ്മെ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച ആളുകളോട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശരാകണ്ട. ഇങ്ങനെ പൊറുച്ചു തരുമോ? ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അള്ളാഹു എനിക്ക് പൊറുച്ചു തരുമോ എന്നൊരു ചിന്തയെ വേണ്ട. നമ്മൾ ആത്മാർത്ഥമായി തെറ്റുകൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, അതിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ, ഖുർആൻ പറയാം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ ചിന്മകളെയും എല്ലാ തെറ്റുകളെയും പൊറുത്തു തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യം കാണിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഒരു ഭൂമി നിറയെ ചിന്മയുമായിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നത്, പാപമോചനം തേടുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ പാപമോചനവുമായിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹ് പുറത്തു വരുന്നതാണ്. എത്ര നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ അള്ളാഹു അത് പുറത്തു തരാൻ ഒരുക്കമാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പാപമോചനവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പാപമോചനം തേടുന്ന ഒരു മനുഷ്യൻ ആ പാപമോചനം തേടുന്നതിലൂടെ അവന്റെ തിന്മയെ അള്ളാഹു അവന് മായ്ച്ചു കൊടുക്കും. നമ്മള് ആ പാപമോചനം തേടുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, അള്ളാഹുവെ പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അള്ളാഹു ആ തിന്മയെ, ആ പാപത്തെ നമ്മളിൽ നിന്ന് മായ്ച്ചു കളയും. പിന്നെയോ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോ അള്ളാഹുവിന്റെ സന്തോഷത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഉദാഹരണത്തിലൂടെ, ഒരു ദീർഘമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ തന്റെ ഒട്ടകപ്പുറത്ത് ദീർഘമായൊരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഒറ്റക്കാണ്. ആ ഒട്ടകവും ആ മനുഷ്യനും, വേറെ ആരുമില്ല. അവർക്ക് അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണവും അദ്ദേഹത്തിന്റെ മറ്റു സാധനങ്ങളൊക്കെ ആ ഒട്ടകപ്പുറത്ത് വെച്ച് അദ്ദേഹം ദീർഘമായ യാത്ര തുടരാം. അതിനിടക്ക് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്ന് വിശ്രമത്തിനിടക്ക് അദ്ദേഹം ക്ഷീണം കാരണം ഉറങ്ങിപ്പോകുന്നു. ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ തന്റെ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. അവിടെ അദ്ദേഹത്തെ രക്ഷിക്കാനോ സഹായിക്കാനോ അടുത്താരുമില്ല. അയാൾ ആകെ പ്രയാസപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. ആരെയോ വിളിക്കുക, ആരോ വരുന്നത്, ഒരു പ്രതീക്ഷയില്ല. ആ മനുഷ്യൻ സങ്കടപ്പെട്ട് ഇരുന്ന് വീണ്ടും ഉറങ്ങിപ്പോകുന്നു. വീണ്ടും എഴുന്നേൽക്കുന്ന സമയത്ത് തന്റെ ഒട്ടകത്തെ ആ മനുഷ്യൻ മുന്നിൽ കാണുക. ആ സമയത്ത് ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെ? പ്രവാചകൻ പഠിപ്പിച്ചു, അതിനേക്കാൾ കൂടുതൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട്, നമ്മളിൽ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം അതിനേക്കാൾ വലുതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ടായി. അപ്പൊ നമ്മൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് വെറുപ്പല്ല, മറിച്ച് അതിൽ നിന്ന് നമ്മൾ പാപമോചനം തേടുമ്പോ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടായി, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ കുല്ലു ബനി ആദം ഖത്താഉ, എല്ലാ മനുഷ്യരിലും തെറ്റുകൾ സംഭവിക്കും. നമ്മൾ ആരാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞാലും, എത്ര വലിയ ആളാണ് എന്ന് നമ്മൾ പറഞ്ഞാലും, 5 നേരം നമസ്കരിക്കുന്നവനാണ്, കൃത്യമായി നോമ്പെടുക്കുന്നവനാണ്, ദീനി കാര്യങ്ങൾ ഏറെ ശ്രദ്ധ കാണിക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിലുള്ള തെറ്റുകൾ മനുഷ്യരാണോ അവരിൽ സംഭവിക്കും. സാധാരണ നമ്മൾ പറയാറില്ലേ, പലതും കേൾക്കുമ്പോ മനുഷ്യനല്ലേ, മലക്കൊന്നല്ലല്ലോ, അല്ലെ? അപ്പൊ മനുഷ്യരിൽ തിന്മകൾ സംഭവിക്കാം. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ തെറ്റിനെ തുടർന്നു കൊണ്ടുപോകല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. എന്നാൽ ആ തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളിൽ ഉത്തമരായ ആളുകൾ ആരാണ്? ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരം പാപമോചനം തേടുന്നവരാ. അല്ലാതെ ആ തെറ്റിനെങ്ങനെ തുടർന്നു കൊണ്ടുപോവുക. മനുഷ്യനല്ലേ തെറ്റ് സംഭവിക്കും, എപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും തിന്മകൾ ചെയ്തിട്ട് മനുഷ്യനല്ലേ തെറ്റുകൾ സംഭവിക്കുന്നു പറയുന്നതല്ല, മറിച്ച് എന്താണ്? ഒരു തെറ്റ് നമുക്ക് ബോധ്യപ്പെടുന്നു, ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് പാപമോചനം തേടുന്ന ആളുകൾ, അവരാണ് അതിലുത്തമരായ ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ റമദാനിലുള്ളത്, പാപമോചനത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് എന്താ? റമദാനും പാപമോചനവും തമ്മിലുള്ള ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ഹദീസുകൾ പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പല ഖുത്ബയിലും ക്ലാസ്സിലും കേട്ട, നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച ഹദീസുകളാണ്. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനോടെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. അതേപോലെ മറ്റൊരു ഹദീസ്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ആ നമസ്കാരത്തിലൂടെയും അള്ളാഹു അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നു. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയ സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞത്. സാധാരണ കേൾക്കാറുള്ള സ്വഹാബാക്കൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ആമീൻ പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, ചില പ്രാർത്ഥനകൾ നടത്തി.
അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ആമീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഗൗരവം ആലോചിച്ച് നോക്കുക. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടി ആമീൻ എന്ന് പറയുന്നത്? മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ മൂന്ന് പ്രാർത്ഥനകളിൽ ഒന്നെന്തായിരുന്നു? ഒരു റമദാനില് ജീവിക്കാനുള്ള ആരോഗ്യവും മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് അള്ളാഹു നൽകിയിട്ട് ആ റമദാൻ ആ മനുഷ്യനിൽ നിന്ന് വിട പറയുമ്പോ, ആ റമദാൻ ആ മനുഷ്യനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ റമദാനിന്റെ ലക്ഷ്യം ആ മനുഷ്യന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് നാശമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. നമ്മൾ അതിൽ പെടുവെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? റമദാനിന്റെ 1 മുതൽ അവസാനം വരെ ജീവിക്കാനും നോമ്പ് നോൽക്കാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുക്കുവാനും ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കാനും ആ ക്ലാസുകൾ കേൾക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടിയിട്ട് റമദാൻ വിട പറയുമ്പോ നമുക്ക് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമുക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ആ വിഭാഗം ആളുകളിൽ നാശം സംഭവിക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, റമദാൻ എന്നത് നമ്മളുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അതിന്റെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ പരമാവധി നന്മകൾ ചെയ്യാൻ നമ്മൾ അതിന്റെ ഓരോ മണിക്കൂറുകളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണെന്ത്? നമ്മൾ സംഭവിച്ചു പോയ തിന്മകൾ മായ്ച്ചു കളയാൻ, അള്ളാഹുവിലേക്ക് നിരന്തരം ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനം തേടി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനുള്ള ഒരവസരം കൂടിയാണ് റമദാൻ എന്ന് പ്രവാചകന്റെ ഈ ഹദീസുകളിൽ നിന്ന്, ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പാപമോചനത്തിന്റെ മാതൃക നമ്മൾ നോക്കി, പ്രവാചകന്റെ പാപമോചനത്തിന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നേരത്തെ അറിയിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? അത്തരം ഒരു സുരക്ഷിതത്വം കിട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ 70 മറ. ഒരു ദിവസം 70-ലധികം തവണ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാറുണ്ട്, അള്ളാഹുവിനോട് പാപമോചനം തേടാറുണ്ട്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പൊറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നേരത്തെ അറിയിച്ചു കൊടുത്തിട്ടും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു ദിവസം 70-ലധികം തവണയൊക്കെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നുണ്ട് എങ്കിൽ, പൊറുത്തു തരണേ എന്ന് ആത്മാർത്ഥമായി ഇരുന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി ആണ് അതിനെ കാണേണ്ടത്? ഏതെല്ലാം സന്ദർഭങ്ങളിൽ, ഏതെല്ലാം രൂപത്തിൽ എന്തൊക്കെ തിന്മകൾ നമ്മൾ സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ എത്ര തവണ അള്ളാഹുവിനോട് ഓരോ ദിവസവും ഇരുന്ന് എത്ര തവണ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ടി വരുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക പാപമോചനവുമായി ബന്ധപ്പെട്ട്. ഇനി വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്ത് ആൽ ഇംറാനിലെ 135-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? പാപമോചനത്തിന് നമ്മൾ ധൃതി കാണിക്കണം. അത് പിന്നെ ആകാം, കുറച്ച് കഴിഞ്ഞിട്ടാകാം എന്നിങ്ങനെ പറഞ്ഞാലിപ്പോ അതിന് മാത്രമൊന്നും ആയിട്ടില്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും എനിക്കില്ല, ഇനിയും കുറെ കാലൊക്കെ ഞാൻ ജീവിക്കുമല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് ധൃതി കാണിക്കണം. അത് നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു സമയത്ത് തന്നെ അതിനെ ന്യായീകരിച്ച് നിൽക്കാതെ, അതിനെന്തെങ്കിലും ന്യായീകരണങ്ങൾ കണ്ടെത്താതെ അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിലെ 135-ാമത്തെ ആയത്ത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ വലമൂ അൻഫുസഹും ദഖറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. ആ വിശ്വാസികളെ കുറിച്ച് പറയാം, മുഅ്മിനുകളായ ആളുകളെ കുറിച്ച് പറയാം. അവരെങ്ങനെയുള്ളവരാ? അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അവിടെയും ഖുർആൻ ഉപയോഗിച്ച അതാണ്, ഔ വലമൂ അൻഫുസഹും, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കാം, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു തിന്മ അവരിൽ സംഭവിച്ചാൽ അവർ അള്ളാഹിനെ ഓർക്കുന്നു, അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഞാൻ ധിക്കരിച്ചു പോയല്ലോ, ചെയ്യരുതെന്ന് പറഞ്ഞൊരു പ്രവർത്തനം എന്നിൽ സംഭവിച്ചു പോയല്ലോ, എന്നിട്ടോ അവരുടെ പാപങ്ങൾ പൊറിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ പാപമോചനം ചോടുന്നു.
അള്ളാഹു അല്ലാതെ ആരാ നമുക്ക് നമ്മുടെ തിന്മകൾ പുറത്തു തരിക? ആ അള്ളാഹുവിനോട് അവർ പാപമോചനം തേടുന്നു. പിന്നെയോ വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ വിശ്വാസികളായ നമ്മൾ സ്വീകരിക്കേണ്ട മാതൃക എന്താണ്? ആ തെറ്റ് നമുക്ക് ബോധ്യപ്പെടുന്ന ആ ഒരു സമയം ആ തിന്മയിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ചെയ്ത ആ തിന്മയെ ന്യായീകരിച്ച് അതിനൊരു ന്യായം കണ്ടെത്താൻ ശ്രമിക്കുന്ന, അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് 3-ാം അധ്യായത്തിലെ 135-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ആർക്കാണ് തൗബ ലഭിക്കുന്നത്, ആർക്കാണ് പാപമോചനം ലഭിക്കുന്നത്, ആർക്കാണ് അത് ലഭിക്കാത്തത് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. 4-ാം അധ്യായം സൂറത്ത് നിസാഇലെ 17-18 ആയത്തുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏത് സമയത്തിനും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മുടെ പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരില്ല. നമ്മുടെ പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരില്ല. വിശുദ്ധ ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ആർക്കാണ് അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കുന്നത്, ആർക്കാണ് അത് ലഭിക്കാത്തത്? ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ ഖരീബ്. ഖുർആൻ പറയാ ആർക്കാ അള്ളാഹുവിന്റെ പാപമോചനം കിട്ടാന്നറിയോ? അതിന്റെ ബാധ്യത, അത് പുറത്തു കൊടുക്കാനുള്ള ബാധ്യത അള്ളാഹുവിന്റെ മേലുള്ളത് ആർക്കാന്നറിയോ? അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് അറിവില്ലായ്മ കൊണ്ടും മറ്റുമൊക്കെ അബദ്ധത്താലുമൊക്കെ തെറ്റുകൾ ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് ബോധ്യപ്പെടുന്ന ആ ഒരു സമയത്ത് തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. അവരുടെ തൗബയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസാഇലെ 17-ാമത്തെ ആയത്ത്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. ചില ആളുകളുണ്ട്, അവർക്ക് ഖുത്ബകളിലൂടെയും ക്ലാസുകളിലൂടെയും ഇന്ന കാര്യങ്ങൾ തിന്മയാണ്, പാവമാണ്, ചെയ്യാൻ പാടില്ലാത്ത, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളാണ് എന്നെത്ര കേട്ടാലും അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ആളുകൾ. എന്നിട്ടോ ഏതുവരെ മരണം തന്റെ മുമ്പിലെത്തുന്ന, താൻ മരിക്കുകയാണെന്ന് ബോധ്യപ്പെടുന്ന ആ സമയത്ത് അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ ഞാനിതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അല്ലേ? അള്ളാഹു പറയാ അവർക്ക് പൊറിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയും അള്ളാഹുവിനില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു സമയത്ത് മാത്രം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊറിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയും അള്ളാഹുവിന്റെ മേലില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇലെ 18-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് പറഞ്ഞു വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിറുകളായി മരിക്കുന്ന ആളുകൾക്കും അവർക്കും പുറത്തു കൊടുക്കാന്നുള്ള ഒരു ബാധ്യത അള്ളാഹുവിന്റെ മേലില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമ്മുടെ പാപമോചനം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെയും പ്രവാചക സുസ്മയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയുണ്ടായി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു തിന്മയിൽ നിന്ന്, തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നിബന്ധനകൾ. ഒന്ന്, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ടത്. അല്ലെ? നമ്മൾ ചെയ്യുന്ന തിന്മ എന്താണ്, നമ്മൾ എന്തിൽ നിന്നാണോ പൊറുക്കലിനെ തേടുന്നത്, ആ തിന്മ നമ്മളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പൊറുക്കലിനെ തേടണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ചെയ്ത തെറ്റിലുള്ള ആത്മാർത്ഥമായ ഒരു ഖേദം നമ്മൾ ഉണ്ടാകണം. പേരിന് നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറയലല്ല, മറിച്ച് നമ്മൾ നമ്മളിൽ സംഭവിച്ചു പോയ തിന്മകളിൽ അള്ളാഹു എന്നോട് വിലക്കിയ ഇന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു പോയല്ലോ, എന്റെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനോട്, അവന്റെ കൽപ്പനകളോട് ഞാൻ ധിക്കാരം കാണിച്ചിരിക്കുന്നല്ലോ, ആ ഒരു ആത്മാർത്ഥമായ ഖേദം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പഠിപ്പിച്ചത്, ഇനി ആ തെറ്റിലേക്ക് ഞാൻ തിരിച്ചു പോവുകയില്ല. നമ്മൾ എന്തിൽ നിന്നാണോ, ഏത് രൂപത്തിലുള്ള തിന്മകളിൽ നിന്നാണോ അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടുന്നത്, അപ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ്, അറിഞ്ഞുകൊണ്ട്
അറിഞ്ഞുകൊണ്ട് ഇനി അത്തരം തിന്മകളിലേക്ക്, അത്തരം പ്രവർത്തനങ്ങളിലേക്ക്, അത്തരം സംസാരങ്ങൾ എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. നാലാമത്തതൊന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്തത്, ഇപ്പോ കൂടെ ഉള്ള ഒരു മനുഷ്യനെ ഏതെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉപദ്രവിച്ചതാകാം, അവനെ പ്രയാസപ്പെടുത്തിയതാകാം, അവനെ കുറിച്ച് അപവാദം പറഞ്ഞതാകാം. അത്തരം തിന്മകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ പാപമോചനം തേടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ ഒരു കാര്യം എന്താണ്? നമ്മൾ ആ മനുഷ്യനെ കണ്ട് അയാളോട് സംസാരിച്ച് അയാളോട് മാപ്പാക്കാൻ വേണ്ടി, അല്ലെ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുറിച്ച്, നിങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പുറത്തു തരണമെന്ന് ആ മനുഷ്യനോട് പറഞ്ഞ് ആ മനുഷ്യനിൽ നിന്ന് അയാളോട് മാപ്പ് അപേക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ള. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനോട് പറയേണ്ടത്. അപ്പോ ഇങ്ങനെയുള്ള നിബന്ധനകൾ പാപമോചനത്തിന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. തീർച്ചയായും സത്യവിശ്വാസിനികളെ നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് പരമാവധി ചിന്മകളിൽ നകന്നുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലേക്ക് അടുക്കാനാണ്. നരകത്തിൽ നിന്ന് കൂടുതൽ അകലാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം. ആ ശ്രമം വിജയിക്കണമെങ്കിൽ, ആ പരിശ്രമം വിജയിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്, തിന്മകൾ കഴുകിക്കളയാൻ, തിന്മകൾ മായ്ച്ചു കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുക. ദുനിയാവിൽ നമ്മൾ കുറെ പണമുണ്ട്, അല്ലെങ്കിൽ കുറെ അധികാര സ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആളുകളായിരുന്നു എന്നൊന്നും കൊണ്ട് പരലോകത്ത് വിജയിക്കാൻ നമുക്ക് കഴിയില്ല. പരലോകത്ത് എന്താ വേണ്ടത്? നമ്മുടെ കയ്യിൽ സൽക്കർമ്മങ്ങൾ വേണം, നന്മകൾ വേണം. നമ്മൾ ആരോഗ്യം ഇല്ലാത്ത ആളുകളാണെങ്കിലും നമ്മുടെ നിറമോ നമ്മുടെ അധികാര സ്ഥാനമോ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഒന്നും അവിടെ പരിഗണിക്കൂല, കർമ്മങ്ങൾ വേണം, അല്ലെ? അവിടെ വിജയിക്കാൻ സാധിക്കുന്നത് നല്ല മനസ്സുമായി, കുറ്റമറ്റ മനസ്സുമായി പരലോകത്ത് വരാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. 26-ാം അധ്യായത്തിൽ 88, 89 ആയത്തുകൾ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ നമുക്ക് ഉപകാരപ്പെടൂല. നമ്മൾ കുറെ സമ്പാദിച്ചിട്ടുണ്ട്, കുറെ മക്കളുണ്ട്, അതൊന്നും നമുക്ക് ഉപകാരപ്പെടൂല. ആരെ രക്ഷപ്പെടുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലെ? നല്ല ശുദ്ധിയുള്ള മനസ്സുമായി, നല്ല സുരക്ഷിതമായ മനസ്സുമായി, നല്ല ഹൃദയവുമായി, തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട ഒരു നല്ല ഹൃദയവുമായി, നല്ലൊരു മനസ്സുമായി അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന ആളുകളാണ് വിജയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ ഈ റമദാനിന്റെ രാവുകളും പകലുകളെയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മളിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, പാപങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിരുന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ആ നിലക്കുള്ള ശ്രദ്ധ വിശ്വാസികളെന്ന നിലക്ക്, മുഅ്മിനുകളെന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ തിന്മകൾ, പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ട് പുറത്ത് മാപ്പ് നൽകണം ആനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ നന്മകളെ സ്വാലിഹായ അമലായി നീ ഞങ്ങളെ സ്വീകരിക്കണം ആനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ എല്ലാം ഒരു സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ സ്വീകരിക്കണം ആനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ഒരു ഇരുത്തം പോലും ഒരു സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം ആനെ. അള്ളാഹുവെ, നാളെ നിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഇതിലേറെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഒരുമിച്ചിരിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണം ആനെ. അള്ളാഹുവെ, മാനസികമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ അവർക്ക് ആശ്വാസമേകണം ആനെ. അള്ളാഹുവെ, പല രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. അവരുടെ രോഗങ്ങളിൽ നിന്ന് നീ അവർക്ക് പൂർണ്ണമായ ശിഫയേകണം ആനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് വേറെ പ്രിയപ്പെട്ട പലരും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. അവരുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും നീ അവർക്ക് വിട്ട് പുറത്ത് മാപ്പ് നൽകുകയും അവരുടെ ഖബറിടങ്ങൾ നീ അവർക്ക് വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.